ഉണ്ണിയമ്മേ കുമ്പടി വന്നു. ഇതൊക്കെ അങ്ങ് ശാഖയിലും അമ്പലത്തിലും പോയി പാടിയാൽ മതി. ഇത് ഈ രാജ്യം ഇന്ത്യയാണ്, കേട്ടല്ലോ. ഞാൻ ചോദ്യം ചോദിച്ചത് അനിൽ നമ്പ്യാരോടല്ല, ഞാൻ ചോദ്യം ചോദിച്ചത് BJP പ്രതിനിധിയോടാണ്. ഇന്നും കിട്ടിയില്ലേ? കിട്ടി. എന്തായിരുന്നു വിഷയം? BJPയുടെ ജില്ലാ ഉപാധ്യക്ഷനും അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ ശ്രീ D. വിനോദ് കുമാറിനെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ചോദിക്കാനുള്ളത്, അതായത് ഇന്ന് കേന്ദ്രം ഭരിക്കുന്നത് BJP സർക്കാരാണ്. ഇവിടെ റെയിൽവേ എന്ന് പറയുന്നത് ഇന്ത്യൻ റെയിൽവേ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ വരുന്നത്, ശബരിമലയ്ക്ക് പോകാൻ വരുന്നത് ഇവിടെ നമ്മുടെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. പക്ഷേ ഒരു അടിസ്ഥാന സൗകര്യങ്ങളും ഇന്നേ വരെ ചെയ്തിട്ടില്ല. പക്ഷേ ഒരു ബാത്റൂം പോലും നല്ല രീതിയിലില്ല എന്ന് തോന്നി. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. എന്നാൽ പ്രധാനമന്ത്രി ബാത്റൂം പണിയാനാണെന്നും പറഞ്ഞ് ഇവിടുന്ന് പെട്രോളിന് ഓരോ ദിവസവും വില കൂട്ടി വാങ്ങിച്ചുകൊണ്ട് പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് ഈ വികസനമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നല്ല ചോദ്യം. അടുത്ത ചോദ്യം. ഈ പൈപ്പ് ലൈനെ കുറിച്ചും ജലം ആളുകളിലേക്ക് എത്തുന്നതിനെ കുറിച്ചും വലിയ വ്യാകുലരായി സംസാരിക്കുന്ന കേട്ടോ. നിങ്ങളൊക്കെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇൻഡോർ മാന്ദ്ര എന്ന് പറയുന്നത് കേട്ടല്ലോ. ഇൻഡോറിലെ ആ പൈപ്പ് ലൈൻ പൊട്ടി എത്ര പേര് മനുഷ്യന് മരിച്ചു. പിന്നെ കുറച്ചു മുമ്പേ സംസാരിച്ചു നിങ്ങളുടെ ഗടഗീതമൊക്കെ ദേശീയഗാനമാക്കിയിട്ടുണ്ടെന്ന്. ഭരണഘടനാപരമായിട്ട് ഒരു മുനിസിപ്പൽ കോർപ്പറേഷനിലെ സത്യപ്രതിജ്ഞ പറഞ്ഞിട്ട് കേട്ടിട്ട് പോയാൽ മതി. മുമ്പ് പറഞ്ഞിരുന്നു ദേശീയഗാനമാണോ നിങ്ങൾ പറഞ്ഞു. ഇവിടെ സ്വാതന്ത്ര്യ സമരത്തിന് സേനാനികൾ ഗീതമൊക്കെ അങ്ങ് ശാഖയിലും അമ്പലത്തിലും പോയി പാടിയാൽ മതി. ഇത് ഈ രാജ്യം ഇന്ത്യയാണ്, കേട്ടല്ലോ. BJPയുടെ ആളോടാണ് നിങ്ങളുടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറയുകയുണ്ടായി, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ മരുമകൻ എന്നൊരു വിശേഷണം ചേർത്ത് വിളിച്ചു. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ദേശീയപാതയ്ക്ക് വേണ്ടി മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ എന്താണ് വകുപ്പെന്നറിയില്ലെങ്കിൽ സാമാന്യ ബോധമുള്ളവരായി നിങ്ങളൊക്കെ വളർന്നു വരണമെന്നാണ് പറയാനുള്ളത്. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പിന്നെ ദേശീയപാതയ്ക്ക് വേണ്ടി 5580 കോടിയാണ് മുടക്കിയത്. ആ അദ്ദേഹത്തെ ഈ ദേശീയപാത ഉദ്ഘാടനത്തിന് ക്ഷണിക്കാതെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്നാ പിന്നെ KPCCയുടെ അധ്യക്ഷനെ വിളിക്കണം. നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? ഇതൊരു നടക്ക് പോണ മാതിരില്ല. എന്നിട്ട് പറയുന്നു മരുമകൻ എന്ന്. ഈ കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ ഒരു ദേശീയപാതയുടെ ഉദ്ഘാടനത്തിന് വിളിക്കാതെ നിങ്ങൾ സാമാന്യ ബോധം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ആലോചനപ്പെടുത്തുന്ന സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അദ്ദേഹത്തിന്റെ പേരാണ്. എനിക്കിത് സജഷൻ ആയിട്ടാണ് പറയുന്നത്. ഈ കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പിന്റെ എന്താണ് അതിന്റെ തൊഴിൽ, അതിന്റെ ജോലി എന്താണെന്ന് സാമാന്യ ബോധമായി ചിന്തിക്കേണ്ട സാമാന്യ ബോധമുള്ളവരായിട്ട് ഈ കേരളത്തിലെ സംഖ്യകൾ വളർന്നു വന്നാൽ കൊള്ളാം. വെറുതെ എനിക്ക് മോളോട് പറയാനുള്ളത് എനിക്ക് അറിയേണ്ട ഒരു കാര്യം, ചോദ്യത്തിന് ഉത്തരം വരട്ടാർ അതേ ഉന്നയിച്ച വിഷയം. അതൊരു ഒരു നിമിഷം. 2026 ജനവിധി തേടുന്ന ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രംഗത്തിറങ്ങുകയാണ്. അപ്പോൾ ജനTV ഇവിടെ ശബരിമല വിഷയവും പിന്നെ കുറച്ച് മതപരമായ വിഷയങ്ങൾ മാത്രം ചർച്ച ചെയ്തു പോകുന്ന ഒരു സ്ഥിതിയുണ്ട്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. എനിക്ക് BJP പ്രതിനിധിയോട് ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഈ നാട്ടിൽ കേന്ദ്ര സർക്കാർ ഭരിക്കുന്ന ഈ നാട്ടിൽ ഇപ്പം നമ്മുടെ വയനാട് ദുരന്തം കഴിഞ്ഞു. എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കണം. നരേന്ദ്രമോദി ഒരു കുഞ്ഞിനെ ചുംബിച്ചു പോയതിൻ്റെ അടിസ്ഥാനത്തിൽ ചോദിക്കുകയാണ്, വയനാട് ദുരന്തത്തിൽ BJP സർക്കാർ എത്ര രൂപ അവിടെ കൊടുത്തിട്ടുണ്ട്? അത് ഉത്തരം പറ. അത് പറങ്ങട്. ഒന്ന് പറഞ്ഞു. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഒന്ന് പറഞ്ഞോ. നമ്മൾ ശബരിമല വിഷയവും ഈ മതവാദവും പറഞ്ഞിരിക്കാതെ വികസന ചർച്ച ചെയ്യേണ്ട ആവശ്യം. കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്നാ തോന്നുന്നത്. അതെന്താ ചോദ്യത്തിന് ഉത്തരവില്ലെങ്കിൽ എന്താ? ചോദിച്ചത് ചോദ്യമാണ്. അന്ന് ഇന്നും ഉത്തരം പറയാൻ നിങ്ങൾ എവിടെ ഒളിച്ചോടുന്നത്? എവിടെ ഒളിച്ചോടുന്നത്?
അതെ ഉത്തരം പറയണോ വേണ്ടോ എന്ന് അദ്ദേഹം തീരുമാനിക്കും. മിണ്ടണ്ട തെറി വിളിച്ച് തൊണ്ടാടുമ്പോ അവര് വിക്സ് വാങ്ങാൻ പോയിക്കോളും അപ്പൊ നമുക്ക് മുങ്ങാം. ശശികുമാറിനോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി കിട്ടിയിട്ടില്ല. മണൽ വരാൻ പോടെ അദ്ദേഹത്തിന് അവസരം കൊടുക്കുന്നേ. അല്ലാതെ ജനസഭയിൽ ഇനിയിപ്പോ കേന്ദ്ര സർക്കാരിന്റെ വിഷയങ്ങൾ മാത്രമേ ചർച്ച ചെയ്യാൻ പാടുള്ളൂ, ശബരിമല ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ വകില്ല. എന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. അത് ചർച്ച ചെയ്യും. ഞാൻ ഒരു കാര്യം പറയാം. എല്ലാ വിഷയവും ചർച്ച ഞാൻ ചെയ്യും. ചോദ്യം ചോദിച്ചത് അനിൽ നമ്പ്യാരോടല്ല. ഞാൻ ചോദ്യം ചോദിച്ചത് അനിൽ നമ്പ്യാരോടല്ല. ഞാൻ ചോദ്യം ചോദിച്ചത് BJP പ്രതിനിധിയോടാണ്. ജനസഭയിൽ എന്ത് ചർച്ച ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് താങ്കളല്ല. അല്ല, അപ്പൊ അനിൽ നമ്പ്യാറും അല്ല. അനിൽ നമ്പ്യാരും അല്ല. എന്ത് ചർച്ച അനിൽ നമ്പ്യാരും അല്ല. ഞങ്ങളാണ്. ഇത് അനിൽ നമ്പ്യാറല്ല. അപ്പൊ ശബരിമല അനിൽ നമ്പ്യാറല്ല. കേന്ദ്ര ഞാൻ സർക്കാർ ചോദിച്ചത് സംസ്ഥാന BJP പ്രതിനിധിയോടാണ്. കേന്ദ്ര ആ സർക്കാർ BJP പ്രതിനിധിക്ക് മറുപടിയില്ല. ആ BJP മറുപടിയില്ല. എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ശിവകുമാറിനോട് ചോദിച്ച പല ചോദ്യങ്ങൾക്കും മറുപടി കിട്ടില്ല. അതേ മറുപടി പറയട്ടെ. നികരിപ്പുറത്ത് ഞങ്ങൾ വാട്ടർ ടാങ്ക് പറയട്ടെ. ബുദ്ധനാണ് സത്യം. ഞാൻ ആ വ്യാളി തലതല്ലി ചാവും. അതിനകത്തുനിന്ന് ഇതേ കുറെ ഒരു ഗ്ലാസ് ചോദ്യങ്ങൾ വെള്ളം ചോദിച്ചല്ലോ, എടുത്ത് ആ പുള്ളിക്ക് അതിന് അതേ മറുപടി കൊടുത്തോ? വരട്ടാറിന്റെ ചോദ്യം ചോദിച്ചല്ലോ, മറുപടി കൊടുത്തോ? CPM-ന്റെ പ്രതിനിധിയോട് മാത്രം ചോദ്യങ്ങൾ ഉത്തരം പറയാം. ഞങ്ങൾ ചോദിച്ചതിന്റെ ഉത്തരം നിങ്ങൾക്ക് തരാൻ കഴിയില്ല. പെണ്ണുങ്ങളായ ഇങ്ങനെ തന്നെ വേണം. പറയട്ടെ. ഇരിക്കേ, അദ്ദേഹം പറയട്ടെ. കൃത്യമായി ഞാൻ BJP കേൾക്കാൻ നിങ്ങൾക്ക് തയ്യാറല്ലാത്തതുകൊണ്ടാണ് ഈ കിടന്ന് ബഹളം വെക്കുന്നത്. ഭയങ്കരം തന്നെ. നിരവധിയായിട്ടുള്ള ചോദ്യങ്ങള് നമ്മൾ ചെങ്ങന്നൂരിന്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചു. ആ ചോദിച്ചപ്പോൾ നിങ്ങൾ കേട്ടത് ശബരിമല മാത്രമേ ഉള്ളൂ. ഇവിടത്തെ നീറുന്ന നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങള്. എന്നിട്ട് ആ പ്രശ്നങ്ങളെ കുറിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടുത്തെ ബൈപ്പാസിനെ കുറിച്ച് ചോദിച്ചു, ഉത്തരവില്ല. ബൈപ്പാസിനെ കുറിച്ച് ചോദിച്ചു, ഉത്തരവില്ല. കിഫ്ബിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാട്ടർ ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണൽ വിൽക്കാൻ ട്രീറ്റ്മെന്റ് പ്ലാന്റിനെ കുറിച്ച് ചോദിച്ചു. ചേച്ചി പേടിപ്പിക്കല്ലേ? നിങ്ങളുടെ സഭയിൽ നിങ്ങളുടെ കമ്മിറ്റിയിൽ പോയി പഠിച്ചാൽ മതി. മറുപടി നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ അയ്യോ എനിക്കിപ്പോ ബോധം പോകും. നിങ്ങൾ മറുപടി ആഗ്രഹിക്കുന്നില്ല. മറുപടി നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ കിട്ടത്തില്ല. അതൊന്നും നിങ്ങൾ ആഗ്രഹിക്കണ്ട. നിങ്ങൾ വിചാരിക്കുന്ന പോലെ മറുപടി കിട്ടത്തില്ല. വസ്തുനിഷ്ഠമായ മറുപടി അനിൽ നമ്പ്യാർ പറഞ്ഞു. പിന്നെ ചൂടാണ്ട് AC ഇല്ല. അത് ചെങ്ങന്നൂർ വന്നിട്ട് ചെങ്ങന്നൂരിലെ വികസനം പറയണം. ചെങ്ങന്നൂരിലെ വികസനം പറയണം. അല്ല, അനിൽ നമ്പ്യാരുടെ അജണ്ട ചെങ്ങന്നൂർ നടപ്പിലാക്കത്തില്ല. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. എന്റെ സുഹൃത്തെ, അങ്ങനെയുള്ള തിട്ടൂരൊന്നും വേണ്ട കേട്ടോ. അങ്ങനെയുള്ള തിട്ടൂരൊന്നും ഇവിടെ ജനസഭയിൽ എല്ലാം ചർച്ച ചെയ്യും. അതല്ല, എല്ലാം ചർച്ച ചെയ്യും. BJP അംഗങ്ങൾ പറയുന്ന ശബരിമല അടക്കമുള്ള വിഷയം നീ വിഷമിക്കാണ്ടിരി. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. എനിക്കൊരു വിഷമവും ഇല്ല. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.